ഷംനാസ് തന്നെ നമുക്കൊപ്പമുണ്ട്. ഷംനാസ്, വലിയ ഒരു ഗൗരവതരമായിട്ടുള്ള ഒരു പരാതി നിങ്ങൾ കൊടുത്തതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു പരാതി? പരാതി എന്റെ പേരിലായിരുന്നു സിനിമ ചേംബറിൽ രജിസ്റ്റർ ചെയ്തത്. ഞാനായിരുന്നു സിനിമയ്ക്ക് ഷൂട്ടിന് വേണ്ടി പണം മുടക്കിയത്. അതിന് ശേഷം ഷൂട്ട് ഇടയ്ക്ക് തർക്കത്തെ തുടർന്ന് നിന്നിരുന്നു ബംഗാളിൽ വെച്ചിട്ട്. സംവിധാനവുമായിട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. അതിനുശേഷം ഞാൻ അറിയാതെ ഇതിന്റെ വിദേശ വിതരണ അവകാശം 5 കോടി രൂപയ്ക്ക് ദുബായിലുള്ള ഒരു കമ്പനിക്ക്, അവർക്ക് ചെന്നൈയിലെ കമ്പനിയുണ്ട്, AP ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ്, അവർക്ക് മറിച്ചു വിറ്റു. ഈ വിവരം എന്നോട് അറിയിച്ചില്ല. എന്നോട് ആലോചിക്കാതെയാണ് ഇത് ചെയ്തത്, ഈ ഓവർസീസ് വിതരണാവകാശം കൊടുക്കുന്നത്. അതായത് ഇപ്പോ ഈ 1,90,00,000 ഈ 2 കോടിയുടെ അടുത്ത് ഇതുവരെ നിർമ്മാണത്തിൽ ചെലവായ തുക ചേർത്ത് കൊണ്ടുകൂടിയുള്ള പരാതിയാണോ? അതെ, 1,90,00,000 രൂപ ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഷൂട്ടിന് വേണ്ടി ചെലവായതാണ്. അതുകൂടാതെ 95 ലക്ഷം രൂപയോളം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് പോളി ജൂനിയറിൽ ആദ്യം നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു അവര്. അപ്പൊ 2 കോടിയിൽ അപ്പുറത്തേക്ക് വരും. അതെ. സിനിമ ഏതാണ്ട് ചിത്രീകരണം ഇപ്പൊ മുടങ്ങിയ സ്ഥിതിയായോ ഇതുകൊണ്ട്? അതെ, 1 വർഷമായിട്ട് ചിത്രീകരണം മുടങ്ങി നിൽക്കുകയാണ്. ഈ രാജസ്ഥാനിന് ശേഷം പിന്നീട് ലൊക്കേഷനിലേക്ക് പോയിട്ടില്ല? രാജസ്ഥാനിലല്ല, കൽക്കട്ടയിലാണ്. ബംഗാൾ. അതെ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തിനുള്ള അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമം എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നിങ്ങളൊരു പരാതി കൊടുക്കുന്നു, അത് FIR ഇടുന്നു, എബ്രിഷന്റെ ഭാഗത്തുനിന്നോ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നോ ഇത്രയും തുക തിരിച്ചു തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടോ? ഒരു ചർച്ചയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണോ ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിലേക്ക് പോയത്? ഇതിനു വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലവട്ടം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ഓഫീസിൽ വന്നിരുന്നു, ഇവരെ കണ്ടിരുന്നു, ഇവർ പറയുമ്പോഴെല്ലാം ഇവിടെ എത്തിയിരുന്നു. അപ്പൊ സംവിധായകന് ഞാനുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിർമ്മാണത്തിൽ നിന്നും എന്നെ മാറ്റുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ചിലവായ പണം തിരിച്ചു തന്നാൽ ഞാൻ മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മുഴുവൻ കണക്കും കാര്യങ്ങളും കൊടുക്കാൻ പറഞ്ഞു. എല്ലാ പേപ്പറും ഡീറ്റെയിൽസും മുഴുവൻ ബില്ലുകളും എല്ലാം അവരുടെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം സംവിധായകനും നിവിൻ പോളിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെന്റിന്റെ ഇത് തീരാത്ത കൊണ്ടിട്ടാണ് ഇത് താമസിക്കുന്നത്. വേറൊരു പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞ മെയ് മുതൽ ഇന്ന് വരെ, ഈ സമയം വരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും തീരുമാനമാകാതിരുന്നുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. ഈ ആക്ഷൻ ഹീറോ ബിജു ആദ്യ പാർട്ടിന്റെ നിർമ്മാതാവ് താങ്കളല്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ? മഹാവീർ തൊട്ടാണ് എബ്രിഷൻ നിവിൻ പോളിക്കൊപ്പം താങ്കൾ ചേർന്നത്. ആദ്യ നിർമ്മാതാവ് എനിക്ക് തോന്നുന്നു ഷിബു തക്കുംപുറം നിർമ്മിച്ച പടം, അദ്ദേഹം ഇതിനകത്തുണ്ടോ? എബ്രിഷന്റെ ആദ്യ ചിത്രം മുതൽ നമ്മൾ എബ്രിഷനുമായിട്ട് പല ഘട്ടത്തിലും സഹായമായിട്ട് നിന്നിട്ടുണ്ട്. 1983 ഇതുപോലെ പ്രൊഡ്യൂസർ അവസാനം ഇയാളുമായിട്ട് പ്രശ്നങ്ങളായ സമയത്ത് അന്നും 11 ലക്ഷം രൂപയോളം ഞാൻ എബ്രിഷന് സഹായിച്ചാണ്. അതെനിക്ക് തിരിച്ചു കിട്ടിയിരുന്നു. അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നു. ആക്ഷൻ ഹീറോ ബിജുവിന്റെ 1 ഞാൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2020 ആക്ഷൻ എബ്രിഷന്റെ കുങ്ഫു മാസ്റ്റർ എന്നുള്ള പടം പരാജയപ്പെട്ടതിന് ശേഷം പുള്ളി പുതിയ പ്രൊഡ്യൂസറെ പിടിക്കുന്നില്ല, ഷിബു തക്കുംപുറം 2 ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2020 മുതലാണ് പണം കൊടുത്തു തുടങ്ങിയത്. ഈ മഹാവീറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചില സാമ്പത്തിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പടം നീണ്ടുപോയി അതിന്റെ ഷൂട്ടിംഗ് കൊണ്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് സിനിമ മാസികളിലൊക്കെ വന്നിരുന്നു. താങ്കൾ തന്നെ ആയിരുന്നല്ലോ നിർമ്മാതാവ്. അത്തരം ഒരു വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്? സത്യത്തിൽ മഹാവീർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന പടമല്ല. ഞാൻ ആക്ഷൻ ഹീറോ ബിജു 2 ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ഇവരുമായിട്ട് പൈസ കൊടുത്ത് തുടങ്ങിയത്. മഹാവീർ സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് പോളി ജൂനിയർ പിക്ചേഴ്സ് നിർമ്മിക്കാനിരുന്ന സിനിമയായിരുന്നു. രാജസ്ഥാനിൽ വെച്ചിട്ട് ഷൂട്ടിങ്ങിന് 4 ദിവസം മുമ്പ് ഇൻവെസ്റ്റർ പിന്മാറിയപ്പോൾ ആ ഘട്ടത്തിൽ ഇവരെ സഹായിക്കാനാണ് ഞാൻ അതിന്റെ സഹനിർമ്മാതാവായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് ഈ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകളുടെ വിഷയങ്ങൾ പുറത്തു വന്നത്, അത് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു? അതിനുശേഷം കൂടിയാണോ? അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഒരു പരസ്യ പ്രതികരണത്തിന് സാധ്യമല്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു സിവിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയം ഉണ്ടായ ശേഷം കൂടി താങ്കൾ ആക്ഷൻ ഹീറോ ബിജു 2 ആയി മുന്നോട്ട് പോയി സ്വാഭാവികമായിട്ടും? അല്ല, ആക്ഷൻ ഹീറോ ബിജുവിന് നമ്മൾ ഇതിനു മുമ്പേ പണം മുടക്കിപ്പോയതാണ്. അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു 2 ചെയ്താൽ മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ കിട്ടൂ എന്നുള്ള ഘട്ടം വന്നുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടുതൽ നിൽക്കേണ്ടി വന്നത്. ഓക്കെ, ഞാൻ ചോദിച്ചത് അപ്പോൾ 2 സിനിമയുമായി ബന്ധപ്പെട്ടും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. മഹാവീര്യറിലും ഒപ്പം ഇത് ആക്ഷൻ ഹീറോ ബിജു 2-ലാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. 2 സിനിമയിലും താങ്കൾക്ക് അത് നേരിടേണ്ടതായിട്ട് വന്നു.
തീർച്ചയായിട്ടും. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിച്ചിരുന്നോ? അല്ലെങ്കിൽ നിവിൻ പോളി ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് അമ്മ താരസംഘടനയുമായിട്ട് നേരിട്ട് ഇടപെട്ടിരുന്നോ? ഈ സിനിമാ മേഖലയിലുള്ളവരുമായി ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു? സിനിമാ സംഘടനയുമായി ഒന്നിലും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. കാരണം ഇവർ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇവര് എനിക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് നിവിൻ പോളിയുടെ ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കാനുണ്ടായത് എനിക്കെതിരെ. അപ്പൊ അതുകൊണ്ടിട്ടാണ് എനിക്ക് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നത്. എന്തിനാണ് താങ്കൾക്കെതിരെ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്ത്? എന്ത് ആരോപിച്ചു? അവരുടെ ഓഫീസിൽ വന്നിരുന്നു, അവര് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. ഓക്കെ, ഇതുവരെ അപ്പോ സിനിമാ സംഘടനകളെ താങ്കൾ സമീപിച്ചിട്ടില്ല? ആരോടും ഈ വിഷയം പറഞ്ഞിട്ടുമില്ല? ഇല്ല 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 ഇല്ല. സിനിമാ മേഖലയിലുള്ളവരോടൊന്നും ഒരു തരത്തിലുള്ള പിന്തുണയും തേടിയിട്ടില്ല. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടേണ്ട കാര്യമാണല്ലോ. എഫ്ഐആർ വന്നതിന് ശേഷം എല്ലാ സിനിമാ സംഘടനകൾക്കും ഞാൻ പരാതിയുടെ എഫ്ഐആറിന്റെ കോപ്പി അടക്കം പരാതി കൊടുക്കാനാണ് തീരുമാനം. ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഈ മിനിറ്റ് വരെ അന്ന് താങ്കൾ അവരുടെ ഓഫീസിൽ പോകുന്നു, അവർ തിരിച്ച് താങ്കൾക്കെതിരെ പരാതി കൊടുക്കുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് അവരുടെ ഭാഗത്ത് ശ്രമം ഉണ്ടായിരുന്നോ? താങ്കൾ ഈ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നോ? തീർച്ചയായിട്ടും. ആ സമയത്ത് അവർ ഒരു മീഡിയേറ്റർ വെച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. ആ മീഡിയേറ്റർ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കൊടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീരുന്ന ലക്ഷണമില്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പൊക്കോളൂ. നിങ്ങൾ അപ്പൊ ഞാൻ അയാൾ എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ചർച്ച ഇത് തീരാത്തത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുണ്ട്, തെളിവിന് വേണ്ടിയിട്ട് തന്നെ. ഈ എബ്രിഡ് ഷെയ്നുമായിട്ട് ബന്ധപ്പെട്ട പൂമരം സിനിമയുടെ സമയത്തും താങ്കൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നറിയാം. പക്ഷേ പൂമരം സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടും അത് നീണ്ടുപോകുകയും ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുകയും ചെയ്ത വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും സിനിമാ മേഖലയിലുള്ളവർ അന്ന് ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. അതിനുശേഷമാണ് മഹാവീരറിൽ സംഭവിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ ഇത്ര വ്യക്തമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്ന് താങ്കൾ പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനു മുൻപ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? ഇല്ല, പൂമര സിനിമയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. ഞാൻ വിദേശത്തായിരുന്നു ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത്. നിവിൻ പോളിയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവർ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പക്ഷേ നേരിട്ട് താരസംഘടനയല്ല അതല്ലാതെ തന്നെ സൗഹൃദ വലയങ്ങളിലുള്ളവർ ആരെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ ഒരു ശ്രമം ഒന്നും നടത്തിയില്ല? അതുകൊണ്ടാണ് ഇത് ഇത്രയും നാളും വൈകിയത്. ഇത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഏപ്രിലായിരുന്നു ഷൂട്ട് തുടങ്ങിയത്. ഏപ്രിൽ 22-ാം തീയതി 23-ാം തീയതി കൂടിയാണ് ഷൂട്ട് നിർത്തിയത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത്രയും നാളും നിവിൻ പോളിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് പരിഹരിക്കാൻ, പ്രശ്നം തീർക്കാൻ സമയം വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്. എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിന്റെ? ഇപ്പോൾ 1,90,00,000 ചെലവായി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതിന്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 40 ദിവസത്തോളം ബംഗാളിൽ കുറച്ച് ക്രൂ താമസിച്ചിരുന്നു. അതുകൂടാതെ ഷൂട്ട് നടന്നത് 11 ദിവസമാണ്. 11 ദിവസത്തിൽ 9 ദിവസമാണ് ഷൂട്ട് ശരിക്കും നടന്നത്. 2 ദിവസം വിദേശത്തായിരുന്നു ഷൂട്ട്. എന്നിട്ട് 11 ദിവസത്തിന് ശേഷം പാക്കപ്പ് ആവാനുള്ള കാരണം ഈ ഒരു കേസിലേക്ക് താങ്കൾ പോയതുകൊണ്ടാണോ? ഈ പരാതിയിലേക്ക് താങ്കൾ പോയതുകൊണ്ടാണോ? അതോ ഈ വിതരണാവകാശത്തിന്റെ കാര്യം പുറത്തു വന്നതുകൊണ്ടാണോ? അല്ലല്ല, 11 ദിവസത്തിന് ശേഷം ഷൂട്ട് നിർത്തിയത് സംവിധായകന്റെ അസൗകര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന് തിരക്കഥയിലോ സ്ക്രിപ്റ്റിലോ ഒക്കെ എന്തൊക്കെയോ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് പാക്കപ്പ് ചെയ്യായിരുന്നു. കാരണം 12ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷന്റെ പെർമിഷൻ എടുത്തു വെച്ചതിന് ശേഷമാണ് ഷൂട്ട് പാക്കപ്പ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായി. ആ തർക്കത്തെ തുടർന്നായിരിക്കണം അദ്ദേഹം ഷൂട്ട് നിർത്തിവെച്ചത്. അതായത് 12 ദിവസം ഷൂട്ട് ചെയ്ത് ഇത്രയും പണം മുടക്കിയതിനു ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് സംവിധായകൻ തന്നെ പാക്കപ്പ് ചെയ്യുന്ന അവസ്ഥ സ്വാഭാവികമായിട്ടും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചോളം അതൊട്ടും സുഖകരമായിട്ട് കാര്യമല്ല, അത് ഒരല്പം പേടിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. ആ ഘട്ടത്തിൽ അങ്ങനെ ഷൂട്ട് മുടങ്ങുന്നു എന്ന ഘട്ടത്തിൽ നിവിൻ പോളി എന്ത് സ്റ്റാൻഡ് എടുത്തു? ആ സമയത്ത് ഇവരെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, ആരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിവിൻ പോളിയും എബ്രിഡ് ഷെയ്നും അതിനുശേഷം ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല, സംസാരിക്കാറുമില്ല. നിവിൻ പോളിക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വലിയ മറ്റ് സിനിമകളുടെ ചിത്രീകരണം നടക്കുന്നുണ്ടോ എന്നറിയില്ല, ഇല്ല എന്നുള്ള വിവരമാണ് ഉള്ളത്. മറ്റേതെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ നിവിൻ പോളിയുടെ മറ്റ് സിനിമാ സംവിധായകരുമായിട്ടോ അങ്ങനെ മറ്റേതെങ്കിലും ഷൂട്ടിങ്ങിൽ നിവിൻ പോളി ഉണ്ടോ? അവിടെ നിങ്ങൾ പോയിരുന്നോ? അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല, ഞാൻ നിവിൻ പോളിയുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെയാണ് അവർ കണ്ണെടുത്ത് കണക്കുകളും കാര്യങ്ങളും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഇത് ഷൂട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും രേഖകളും എല്ലാം അവിടെ കൊണ്ട് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അവര് ഇതിൽ നിന്ന് പിന്മാറി പണം തരാതിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇപ്പോ നിങ്ങൾ ഈ പോലീസിലേക്ക് കൊടുക്കും എന്നുള്ള കാര്യം അത് അറിയിച്ചിരുന്നു അവരെ അല്പം മുൻപെങ്ങാനും?
പോലീസിൽ പരാതി കൊടുത്തപ്പോ ഡിവൈഎസ്പി ഓഫീസിൽ നിവിൻ പോളിയെ വിളിപ്പിച്ചിരുന്നു. നിവിൻ പോളിയുടെ മാനേജർ വന്നിരുന്നു, എബ്രിഷൈൻ വന്നിരുന്നു. അവിടെ വെച്ച് അവർ പറഞ്ഞത് പണം കൊടുക്കാനുണ്ട്, അവര് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, അവർ മീഡിയേറ്റർ വെച്ചിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാന്നാണ് ഡിവൈഎസ്പി ഓഫീസിൽ അവർ പറഞ്ഞിരുന്നത്. അത് എത്ര ദിവസം മുമ്പായിരുന്നു? എത്ര ദിവസം മുൻപാണ് വന്നത് അവര്? അത് ഒരു മാസം മുമ്പാണ്. കഴിഞ്ഞ മെയ് 31-ാം തീയതിയാണ് ഈ സംഭവങ്ങളെല്ലാം ഞാൻ ഓഫീസിൽ പോയിരുന്നത്. അതിനുശേഷം 1-ാം തീയതിയാണ് ഞാൻ ഇവിടെ ഡിവൈഎസ്പി ഓഫീസിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷമാണ് വിളിച്ചത് ഡിവൈഎസ്പി ഓഫീസിലേക്ക്. എബ്രിഷൻ വന്നു, നിവിൻ പോളി വന്നില്ല, പകരം നിവിൻ പോളിയുടെ മാനേജർ വന്നു. അതെ അതെ അതെ. ഈ പോലീസ് എന്ത് ഉറപ്പ് നൽകി? അന്ന് ഇവർ വരികയും സംസാരിക്കുകയും പണം കൊടുക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ജൂലൈ പകുതിയായി. സ്വാഭാവികമായിട്ട് ഇത് നീണ്ടു പോകുന്ന സമയത്ത് ഇവരെ വിളിക്കുകയുണ്ടായോ? അവർ റെസ്പോണ്ട് ചെയ്തോ? എന്താണ് അവിടെ നിന്ന് കിട്ടിയ പ്രതികരണം? അല്ല, അവരെ വിളിച്ചപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോ പറഞ്ഞത് മീഡിയേറ്ററുമായി ചർച്ച ചെയ്തപ്പോൾ ഞാൻ സഹകരിക്കുന്നില്ല എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ മീഡിയേറ്ററെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ മീഡിയേറ്റർ പറഞ്ഞത് തെറ്റാണ്, നിങ്ങളുടെ സഹകരണക്കുറവ് കൊണ്ടല്ല, അവരുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പം കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്ന് മീഡിയേറ്റർ എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. അതായത് മെയ് 31-നാണ് പരാതി കൊടുത്തത് പോലീസിൽ. ഡിവൈഎസ്പി ഓഫീസിൽ പോയി പരാതി കൊടുത്തത് മെയ് 31-നാണ്. ജൂൺ 1-ാം തീയതി. അപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ ഇപ്പോൾ ജൂലൈ മിഡ് വരെ പോലീസ് നടപടി എടുത്തില്ല, അല്ലെങ്കിൽ ഇതൊരു സമവായത്തിലൂടെ തീർക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അതാണോ സംഭവിച്ചത്? അതെ, പോലീസ് അവരെ വിളിപ്പിച്ചിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവര് ഈ പ്രശ്നം പരിഹരിച്ചോളാം, ഒരു മീഡിയേറ്റർ വെച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നീണ്ടുപോയത്. താങ്കളും അതാണോ സജസ്റ്റ് ചെയ്തത്? അങ്ങനെ ഒരു മീഡിയേറ്റർ വെച്ച് പരിഹരിക്കുന്നുണ്ടെങ്കിൽ പരിഹരിക്കട്ടെ എന്നായിരുന്നോ, അതോ പോലീസ് നടപടി എടുക്കണം എന്നായിരുന്നോ ആവശ്യം? അല്ല, എനിക്കിത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് മുഖ്യം. ഈ മീഡിയേറ്റർ കൊണ്ട് ഇത് നടക്കുകയില്ല എന്ന് വ്യക്തമാകുന്നത് എപ്പോഴാണ്? മീഡിയേറ്റർ കൊണ്ട് വ്യക്തമാകുന്നത് ആ ജൂൺ ഒരു അവസാന ഘട്ടത്തിൽ തന്നെ മനസ്സിലായി. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് പുള്ളിക്കാരനായിട്ട് ചർച്ച ചെയ്തിട്ട് ഇവർ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നീട് പറഞ്ഞത് ഒരാഴ്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവാണ്. അടുത്ത ആഴ്ച ഇരിക്കാം, അതിന്റെ അടുത്ത ആഴ്ച ഇരിക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയിട്ട് ഇവര് അവരുടെ ഓഫീസിൽ കയറരുതെന്ന് പറഞ്ഞ് നിവിന്റെ വൈഫിനെ കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് താങ്കൾ ഈ കേസ് എഫ്ഐആർ ഇടണം. അതിനുശേഷം ഞാൻ കോടതിയെ സമീപിക്കാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിലേക്ക് കടന്നത്. കോടതി കൂടി ഇതിനകത്ത് ഇടപെട്ടിട്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയത് എന്നാണ്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ നടപടി എടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടെ ഉണ്ട് ഇതിനകത്ത്. അല്ല, വീഴ്ച ഉണ്ടായെന്ന് പറയാൻ പറ്റൂല. അവരിവരെ വിളിച്ചു, സംസാരിച്ചു, പ്രശ്നം പരിഹരിക്കാൻ മീഡിയേറ്റർ വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വെയിറ്റ് ചെയ്തത്. പക്ഷേ മീഡിയേറ്റർ പറയുകയാണ് ഇത് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും അപ്പുറത്ത് വല്ലവരുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ഒരു നടപടിയിലൊക്കെ പോയേനെ. അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല. ഒരു മെല്ലെപ്പോക്ക് നയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് ഇവര് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും എന്നുള്ള ഇത് കൊണ്ടിട്ടാണ് പോലീസ് വെയിറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ